എനിക്ക് താല്പര്യമുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു സാഹചര്യത്തിൽ, പർട്ടിക്കുലർ സാഹചര്യത്തിൽ എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കണ്ണ് അത് തുടക്കം മുതലേ ആരുടെ കയ്യിലാണത്, ഇത് കണ്ണ് അവിടെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. വേറെ ആരും നോക്കണില്ല, ഭക്ഷണത്തിലാണ് എൻ്റെ കണ്ണ്. ഇപ്പം ഇവിടെ എത്തും, ഇപ്പം ഇവിടെ എത്തും. അപ്പോൾ ഞാൻ എൻ്റെ സമയം കാത്തിരിക്കുക. അവിടുന്ന് കഴിഞ്ഞ് ഇനിയിപ്പോൾ എത്താറായി. മദർ ഡേ ക്ലാസ്സിലൂടെ അത് ഡിനൈ ചെയ്യാൻ, ഈ സ്വഭാവം മാറ്റണം. എനിക്ക് എൻ്റെ നാവിനെ, ഞാൻ പറഞ്ഞതുകൊണ്ട് ഫോഴ്സ് ചെയ്തിട്ടാണോ? അല്ല, ഈ നാവിനെ തൃപ്തിപ്പെടുത്തുന്ന എൻ്റെ ആ ഒരു സ്വഭാവം മാറ്റണം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഭക്ഷണം ഞാൻ മാറ്റി വെക്കും. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ അത് എടുത്തില്ല. അത് വേറെ ആൾക്ക് സന്തോഷത്തോടു കൂടിയാണ്. അതൊരു ഈശോയ്ക്ക് വേണ്ടി ഉള്ള പോലെ, ഈശോയ്ക്ക് വേണ്ടിയാണെല്ലാം ചെയ്യുന്നെങ്കിൽ എൻ മനമേ ആശങ്ക വേണ്ട. ഈശോയ്ക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ ആശങ്ക വേണ്ട. അപ്പൊ അത് ഞാൻ എടുത്തോ എടുത്തില്ല, അങ്ങനെ അത് ആർക്കും മനസ്സിലായില്ല. അത് അടുത്ത് പാസ് ചെയ്തു. അത് തീരുന്ന വരെ അത് അങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരുന്നു. അത് ഒട്ടും എടുത്തില്ല. അപ്പൊ അങ്ങനെ ഒരു നാവിന്റെ ഒരു സുഖത്തെ ഇതിനായി ചെയ്തു. എനിക്കൊരു ഇൻസിഡന്റ് ഉള്ളത്, നീ ഇത് ചെയ്തതൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ പ്രതിഫലം പോവോ? ഇല്ല, വേറെ ചെയ്തുകൂടാ. ഒരു കാര്യം ഓർമ്മ വന്നത്, ഈ പരിശുദ്ധ കുർബാനയ്ക്ക് നല്ല പാട്ടൊക്കെ വെച്ചിട്ടുള്ള പരിശുദ്ധ കുർബാന, ഓർഗൻ വെച്ചിട്ട് അങ്ങനെയൊക്കെ കുറെ നീളായാലും കുഴപ്പമില്ല. പക്ഷെ പരിശുദ്ധ കുർബാന ആ ഒരു ഇതിലർപ്പിക്കണം. അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്. പക്ഷെ ചില സമയത്ത് അത് നല്ലതാവില്ല. ഞാനൊരു ഇതിലേക്ക് പോവും, ഇങ്ങനെയാണ് പരിശുദ്ധ കുർബാന, അല്ല സാധാ ഒരു അതിന്റെ ഒരു സെൻഷ്യൽ പ്ലഷറിലേക്ക് പോകും. കേൾക്കാൻ ഇമ്പമുള്ളത് ഹൃദയ വിഷയുടെ കൂടെയാണെന്നല്ല, പക്ഷെ ഞാൻ കേട്ട് ആസ്വദിക്കുക. അങ്ങനെ ആവുമ്പോൾ പ്രശ്നമാണ്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകും. അപ്പം എപ്പോഴും ചൂസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ആശ്രമത്തിൽ ജോയിൻ ചെയ്യണതിന് മുമ്പൊക്കെ. അപ്പോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരു ദിവസം സിസ്റ്റർ പറഞ്ഞു, ഇന്നൊരു ഞായറാഴ്ച എനിക്കറിയാം ഇന്നൊരു പള്ളിയിൽ നല്ല ഇങ്ങനെ ആഘോഷമായിട്ടുള്ളൊരു പരിശുദ്ധ കുർബാന. അപ്പോൾ ഞാനിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് തലേ ദിവസം. പെട്ടെന്ന് സിസ്റ്റർ പറഞ്ഞു, എന്തൊരു തിരക്കെന്തൊരു അത്യാവശ്യം. അപ്പോൾ നീ എന്ന് ആ പള്ളിയിൽ പോയാൽ മതി എന്നല്ലോ പറഞ്ഞു വഴിക്ക് എൻ്റെ മുഖാകെ പോയി. മീൻസ് അതായത് പാട്ടില്ലാത്ത പള്ളി. പാട്ടുണ്ടാവും, പക്ഷെ നല്ല കൊയറൊന്നുമില്ല. നല്ല കൊയറൊന്നുമില്ല, സാധാ ഒരു ചിലപ്പോൾ മരിച്ചവരുടെ കുർബാന, അങ്ങനത്തെ മരിച്ചവരുടെ അതൊക്കെ നല്ലതാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു സെൻഷ്യൽ പ്രഷറാണല്ലോ അവിടെ. അപ്പം അതിങ്ങനെ പൊന്തി നിൽക്കായിരുന്നു. അപ്പം പറഞ്ഞ വഴിക്ക് പെട്ടെന്ന് മുഖം പോയപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഇതൊരു അവസരമാണ്, ഓഫറിങ്ങിൻ്റെ ഒരു അവസരമാണെന്ന് വിചാരിച്ചിട്ട് ഒരു അക്ഷരം പോലും സിസ്റ്ററിനോട് ഞാൻ പറയുന്നത്. നാളെ മിണ്ടാതെ പോകുമ്പോൾ സിസ്റ്റർ മുഖം ഞാൻ കണ്ടിട്ടുണ്ട് സിസ്റ്റർ. പക്ഷെ എന്നാലും ഇപ്പൊ അവര് കണ്ടെങ്കിൽ ഞാൻ ചെയർഫുള്ളായിട്ട് തന്നെ ഇതിനെ തുടർന്ന് വേറെ ചിന്തകളൊന്നും ഞാൻ ചിന്തിക്കുക. വെരി ഗുഡ്. അതിനെ എന്റർടൈൻ ചെയ്തില്ല, പ്രൊലോങ് ചെയ്തില്ല ആരും. നാളെ അപ്പോൾ പിറ്റേ ദിവസം ഓക്കെ പരിശുദ്ധ കുർബാനയ്ക്ക് പോയി, ഓക്കെ തിരിച്ചു പോകുന്നു. ഞാൻ എന്താണോ പ്രാർത്ഥിക്കേണ്ടത് അതൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ട പരിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ ചെയ്യേണ്ടത് എന്താണോ അതൊക്കെ ചെയ്ത് ഞാൻ തിരിച്ചു പോകുന്നു. വേറൊരു ഗ്രംബിളിങ്ങിൽ. അപ്പോൾ സ്വയം പരിത്യജിക്കൽ, സെൽഫ് ഡിനയൽ. അപ്പോൾ എനിക്കൊരു ചോദ്യമുള്ളത്, നമ്മളിപ്പോൾ സ്വയം ഡിനൈ ചെയ്തില്ലെങ്കിൽ ഈശോയ്ക്ക് ഹാപ്പി ആവില്ലേ? നമ്മൾ ഡിനൈ ചെയ്താലേ ഹാപ്പി ആവുള്ളൂ. എപ്പോഴും സെൽഫ് ഡിനൈൽ ചെയ്യണോ? എപ്പോഴും ഇങ്ങനെ സെൽഫ് ഡിനൈൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഇങ്ങനെ സ്വയം പരിത്യജിച്ച് അങ്ങനെ, എന്നാലേ ഈശോയ്ക്ക് ഹാപ്പി ആവുള്ളൂ. ഈശോ എന്തൊരാൾ നമ്മൾ അല്ലേ? അതായത് എന്നെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന എല്ലാം ഞാൻ സ്വീകരിക്കണം, എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാം ഞാൻ മാറ്റിവെക്കണം. അപ്പോൾ സെൽഫിൻ്റെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, സെൽഫിൻ്റെ ഓരോ വാശികളൊക്കെ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണെങ്കിൽ അത് ഞാൻ മാറ്റിവെക്കുന്നു ദൈവത്തിനോട് അടുക്കാൻ. അത് ഈ സ്വയം പരിത്യജിക്കലിൻ്റെ ഒരു വശം. പിന്നെ അടുത്തൊരു ഹയർ ഗ്രേഡ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ചിലത് ഞാൻ വേണ്ടാന്ന് വയ്ക്കും. അതൊരു ഹയർ ഗ്രേഡ് വിശുദ്ധരൊക്കെ ചെയ്തത്. അപ്പം ഇനി അടുത്ത റൗണ്ടിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്ത്. ഓക്കെ, സെൽഫ് ഡിനയൽ ചെയ്തു, സ്വയം പരിത്യജിച്ചു, എന്നിട്ട് എങ്ങനെയാണ് കുരിശെടുക്കാൻ പറ്റിയത്?
അല്ലേ? സ്വയം പരിത്യജിക്കുമ്പോൾ അത് സ്വന്തം കുരിശെടുക്കാൻ സഹായിക്കണം, എന്നിട്ട് ഈശോയുടെ പിന്നാലെ പോകണം, അല്ലേ? അപ്പോൾ ഏത് സെൽഫ് ഡിനയൽ ചെയ്തപ്പോഴാണ്, എപ്പോൾ സ്വയം പരിത്യജിച്ചപ്പോഴാണ് ഇന്ന പർട്ടിക്കുലർ കുരിശെടുക്കാൻ പറ്റിയത്? അത് ഇനി അടുത്തതിൽ ഷെയർ ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടിയും, ഇപ്പോൾ എന്തിനാണ് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉപേക്ഷിക്കുന്നതെന്നാണ്. ഇപ്പോൾ വേറൊരു ദൈവവചനം ഓർമ്മ വരികയാണ്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കണ്ടേ, എന്നിട്ട് വേണ്ട എന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ. അപ്പോൾ എന്നെ സ്നേഹിക്കുക എന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, പിന്നെ എന്നെ പരിത്യജിക്കാൻ പറയുന്നുണ്ട്. ഇതെങ്ങനെ നടക്കും? ഇപ്പോൾ എനിക്ക് 102 ഡിഗ്രി പനിയാന്ന് വിചാരിക്കുക. 102 ഡിഗ്രി പനിയുള്ളപ്പോൾ ഞാൻ നല്ല വറുത്ത ചിക്കനൊക്കെ കഴിച്ചാൽ, നല്ല മസാലയുള്ള ചിക്കൻ, ദഹിക്കാത്ത ഫുഡൊക്കെ കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് എന്നെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുക, അല്ല? അപ്പോൾ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ള വചനം വെച്ചിട്ട് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉപദ്രവമായിട്ടുള്ളതൊക്കെ സ്വീകരിക്കുകയാണോ? അല്ല. ചിലപ്പോൾ ചിലത് ഡിനൈ ചെയ്യുമ്പോഴാണ് നമ്മളെ സ്നേഹിക്കണേ. സ്നേഹിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കൊടുക്കാമെന്നാണ് അർത്ഥം. നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഏതാ? സ്വർഗം. അപ്പോൾ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ എന്നെ സ്വർഗത്തിലെത്തിക്കുന്ന എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ അയാൾ സ്വർഗത്തിലെത്തുന്ന എല്ലാ കാര്യങ്ങളും അയാൾക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചാലേ, പരിത്യജിച്ചാലേ എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. എന്നെ സ്നേഹിക്കാന്ന് വെച്ചാൽ എനിക്ക് എന്നെ തന്നെ സ്വർഗത്തിലെത്തിക്കാനുള്ള ആ ഒരു പാതയിലേക്ക് എന്നെ തന്നെ എത്തിക്കാൻ പറ്റുള്ളൂ. എല്ലാറ്റിനും കൃപ വേണം, ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷേ എൻ്റെ ഒരു എഫേർട്ട്, അല്ലേ? കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ്, നിങ്ങൾ ഏത് കാര്യം പരിത്യജിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഈ കാര്യം പരിത്യജിച്ചപ്പോൾ ഏത് കുരിശാണ് നിനക്ക് എടുക്കാൻ പറ്റിയത്? കുരിശെടുത്താൽ അപ്പോൾ തന്നെ ഈശോയുടെ പിന്നാലെ പോകാൻ പറ്റും. കുരിശെടുക്കാനേ പാട്. കുരിശെടുക്കാണ്ട് ഈശോയുടെ പിന്നാലെ പോകുമ്പോൾ ഈശോ ഇങ്ങനെ നോക്കും, അയ്യോ കുരിശ് കാണാനില്ലല്ലോ. ചിലപ്പോൾ ഈശോയുടെ പിന്നാലെ ആയിരിക്കില്ലേ പോകണ്ടാവുക കുരിശെടുത്തില്ലെങ്കിൽ. ഓക്കെ. നേരത്തെ പറഞ്ഞത് ഈ കുറച്ച് ഗ്രംബിൾ ചെയ്യാതെ ടു ഡിനൈ മൈ സെൽഫ് ഇൻ മൈ ഒപ്പീനിയൻ. കാരണം ആ ഒപ്പീനിയൻ ആയിരുന്നു മറ്റേ വ്യക്തിയുടെ കൂടെ ഒരു അഭിപ്രായമായിരുന്നു, which was affecting, which was a clash with my bond with the other person. അപ്പോൾ ഇത് കൂടുതൽ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് I could see the beautiful person that the person is. അതുവരെ എൻ്റെ മൈൻഡ് വാസ് നെഗറ്റീവ് അബൌട്ട് ദാറ്റ് പേഴ്സൺ. പക്ഷേ ഞാൻ തന്നെ മാറാൻ തുടങ്ങി, ബിക്കോസ് ഐ വാസ് ഏബിൾ ടു സീ കർത്താവ് എങ്ങനെയാണ് ഈ വ്യക്തിയിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്, വാട്ട് ഗോഡ് ഈസ് എക്സ്പെക്ടിങ് ഓഫ് ദാറ്റ് പേഴ്സൺ. അപ്പോൾ അങ്ങനെ അത് ഒരു ദാറ്റ് വാസ് മൈ കുരിശ്. ബിക്കോസ് ഞാൻ കാരണം തന്നെ ഈ കുരിശ് ഹെവി ആയിരുന്നു. പക്ഷേ വെൻ ഐ സ്റ്റാർട്ടഡ് ഡിനൈങ് മൈ സെൽഫ് ഇൻ ദിസ് റിഗാർഡ്, then this became a beautiful bond. Then that person's presence or help, it helped me grow as a person as well, to closer to my Jesus. And എൻ്റെ ഈശോയുടെ അടുത്ത് ഈ വ്യക്തി എന്നെ സഹായിച്ചു, ബിക്കോസ് ഈ ബോണ്ട് വളർന്നു. എന്താണ് കുരിശ്? കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ കുരിശ് എന്താ? ഈശോ കുരിശെടുത്ത് പോയി. ഇപ്പോൾ നമ്മൾ കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ ഒന്നാം സ്ഥലം ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു. രണ്ടാം സ്ഥലം ഈശോ കുരിശ് ചുമക്കുന്നു. ജീസസ് ഈസ് ക്യാരിയിങ് ദ ക്രോസ്. അപ്പോൾ കുരിശെടുക്കണേക്കാളും മുമ്പ് വിധിക്കപ്പെടുന്നുണ്ട്. ഈശോ തെറ്റായിട്ട് വിധിക്കപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് കുരിശെടുക്കുന്നത്. ഈ കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ കുരിശ് എന്തിനാ ഈശോ എടുത്ത് കൊണ്ടുപോയേ? ഈ കുരിശ് എന്തിനാ എടുത്തു കൊണ്ടുപോയേ? ആ കുരിശുമേലാണ് ക്രൂശിക്കപ്പെട്ട് മരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ കുരിശെടുക്കുന്നത്? ആ എടുത്ത കുരിശിൽ നമ്മൾ ക്രൂശിക്കപ്പെട്ട് നമ്മൾ മരിക്കുകയാണ്. ഡൈ ടു സെൽഫ്. അപ്പോൾ സ്വയം പരിത്യജിച്ച് കുരിശെടുക്കുക എന്ന് പറയുമ്പോൾ ആദ്യം ഈ കുരിശെടുക്കാൻ റെഡിയാവുന്നു, എന്നിട്ട് ഈ കുരിശിൽ ക്രൂശിക്കപ്പെടാൻ റെഡിയാവുന്നു. യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ എല്ലാ മോഹങ്ങളോടും വികാരങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു.
അപ്പോൾ കുരിശെടുക്കാന്ന് വെച്ചാൽ ഇന്ന ജഡത്തിൻ്റെ ഇന്ന മോഹം, ഇന്ന വികാരം, ഇന്ന പാപം ഈ കുരിശുമ്മ വേണം എനിക്ക് ക്രൂശിക്കാൻ. അതിനാണ് കുരിശെടുക്കുന്നത്. അല്ല, ഈശോ കുരിശെടുത്ത് പോയി, 2ാം സ്ഥലത്ത് ഈശോ കുരിശെടുത്ത് പോയി. പിന്നെ ഇങ്ങോട്ടാണ് പോകുന്നത്? കാൽവരിയിലേക്ക് പോയി അവിടെ ക്രൂശിക്കപ്പെടുകയാണ്. എന്നാൽ അതോടുകൂടി എൻ്റെ ചെയ്യുന്നുണ്ടോ? ഇല്ല. അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത് പിന്നെ സ്വർഗാരോഹണം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വയം പരിത്യജിക്കുക. അപ്പോൾ ഈ എക്സാമ്പിളാകുമ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരും കേൾക്കണം എന്നുള്ള ആ ഒരു സെൽഫ്, അത് ഞാൻ പരിത്യജിക്കുമ്പോൾ, ഡിനൈ ചെയ്യുമ്പോൾ അത് വേണ്ടാന്ന് വയ്ക്കുന്നു. ഓക്കെ, എൻ്റെ ഒപ്പീനിയൻ ഇപ്പോൾ വേണ്ട. അപ്പോൾ സ്വയം പരിത്യജിക്കലായി. അപ്പോൾ ഏത് കുരിശെടുത്തേ? കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഒരു വിഷമവും കാര്യങ്ങളൊക്കെ, അതൊരു കുരിശാണ്. എന്നാലും അല്ല, എനിക്കൊന്ന് താഴേണ്ടി വന്നില്ലേ? അപ്പോൾ ആ ഒരു കുരിശ് ഞാൻ എടുക്കുമ്പോൾ എന്താണ് ആ കുരിശുമ ക്രൂശിക്കപ്പെടുന്നത്? ദൈവത്തിലേക്ക് എത്തിക്കാത്ത എൻ്റെ ചില വാശികൾ, ചില മോഹങ്ങൾ, ചില ദുരാശകൾ അവിടെ ക്രൂശിക്കപ്പെടാൻ. അങ്ങനെ ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉത്ഥാനം ചെയ്യുമ്പോൾ ന്യൂ ലൈഫാണ്, പുതിയ ലൈഫ്. അപ്പോൾ ഈ പഴയ സ്വഭാവം മാറിയിട്ട് പുതിയ സ്വഭാവമായി മാറും. അതിനാ ഈശോ പറഞ്ഞേ, എൻ്റെ പിന്നാലെ വാ, ഒരു ലൈറ്റ് കിട്ടും, പുതിയ സൃഷ്ടിയായിട്ട് മാറും. ആദ്യത്തെ ആദം ആദ്യത്തെ ഹവയും പോലെയല്ല. 2ാമത്തെ ആദം 2ാമത്തെ ഹവ, പുതിയ ആദം പുതിയ ഹവയുടെ ചില ജീനുകളൊക്കെ കിട്ടും. അല്ലെ, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ഗലാത്യ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും ഞാൻ മേന്മ ഭാവിക്കാതിരിക്കട്ടെ, അവനെ പ്രതി ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ലോകത്തെ ഒരു ലൗകികതേനെ, അല്ലെങ്കിൽ ഒരു ലോകത്തിൻ്റെ വാല്യൂവിനെ, ലോകത്തിൻ്റെ വസ്തുവിനെ, ലോകത്തിൻ്റെ അരൂപിയെ, ലോകത്തിൻ്റെ ദുരാശയനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുരിശെടുത്ത് നമ്മൾ പോകുന്നത്. ടേക്ക് അപ്പ് യുവർ ക്രോസ് ആൻഡ് ഫോളോ മീ. എന്നിട്ട് കാൽവരിയിൽ എത്തിയിട്ട് ക്രൂശിക്കപ്പെടട്ടെ, ക്രൂശിക്കപ്പെടട്ടെ. ഈശോയുടെ പിന്നാലെ പോകാൻ പറ്റും. ഈശോയുടെ പിന്നാലെ പോയാൽ മാമോദീസയിൽ എന്താ സംഭവിക്കണം? ഓൾറെഡി നമ്മൾ ഈശോയുടെ കൂടെ മരിച്ച് അടയ്ക്കപ്പെട്ട് സംസ്കരിക്കപ്പെട്ട് ഉത്ഥാനം ചെയ്യുകയാണ്. ഓൾറെഡി, നോട്ട് യെറ്റ്. ഈശോയുടെ പിന്നാലെ പോയ ഉത്ഥാനം ഉറപ്പാ. പിന്നാലെ പോയി കിട്ടണ്ടേ? അപ്പോൾ നിങ്ങൾ ഏത് കുരിശാണ് എടുക്കുന്ന സ്വയം പരിത്യജിച്ചിട്ട് ആ കുരിശുമ്മ എന്തും കൂടെ ക്രൂശിക്കപ്പെടണം. അപ്പോൾ ആ ഒരു എൻ്റെ അഭിപ്രായം എല്ലാവരും കേൾക്കണം. ഞാനാണ് വലുത്, അല്ലെങ്കിൽ അഹങ്കാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എളിമ തന്നെ വരും. ഉത്ഥാനം ചെയ്യുമ്പോൾ ഈ എന്താണ് ക്രൂശിക്കപ്പെട്ട അതിൻ്റെ ഓപ്പോസിറ്റ് നല്ല ഫലം വരും. പിന്നെ നോക്കുമ്പോൾ എനിക്ക് സ്ട്രഗിളില്ലാതെ എളിമപ്പെടാൻ പറ്റുന്നു. എന്താ അത്? ഒരു പ്രാവശ്യം ഞാൻ സ്വയം പരിത്യജിച്ച് കുരിശെടുത്ത് ഈശോയുടെ പിന്നാലെ പോയി ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്തപ്പോൾ അഹങ്കാരം പോയിട്ട് എളിമ വന്നത് എവിടെ നിന്ന് വന്നു? ഒരു സ്ട്രഗിളില്ലാതെ താഴാൻ പറ്റുന്നുണ്ട്. അവളായിക്കോട്ടെ എന്ന് പറയാൻ പറ്റുന്നുണ്ട് അല്ലേ? ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോയി. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ഈ ആരാധനയെ മറിയത്തോടുള്ള വണക്കം വലിയ തോതിൽ വളർത്തുന്നുണ്ട്. ദൈവമാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ആരാധനക്രമപരമായ ശരീരവും ആത്മാവും ഒന്നാണ്. ഒരു നേച്ചറാണ്, സെപ്പറേറ്റ് അല്ല. CCC 365 വ്യക്തിയിലേക്കും അത് പരസ്നേഹ പ്രവൃത്തികളിലൂടെയാണ് ദൈവത്തിലേക്ക് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദൈവസ്നേഹം സ്വീകരിച്ച് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പരസ്നേഹ പ്രവൃത്തികളിലൂടെ ഈ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. ദൈവത്തിന്റെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഒരേ സമയം ശരീരിയും ആത്മീയനുമാണ്. CCC 362 പറയുന്നു, ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഒരേ സമയം ശരീരിയും ആത്മീയവുമാണ്. Oh
holy ones, in whom you are well pleased, we entreat you, look